നേമത്ത് വീട്ടിൽ പ്രസവിക്കുന്നതിനിടെ യുവതിയും നവജാത ശിശുവും മരിച്ച സംഭവം അത് പ്രേക്ഷകർക്കറിയാം. അതിൽ യുവതിക്ക് അക്യൂപഞ്ചർ ചികിത്സ നൽകിയ ഷിഹാബുദ്ദീൻ പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. കൊച്ചിയിൽ നിന്നാണ് വെഞ്ഞാറമൂട് സ്വദേശിയായ ഷിഹാബുദ്ദീനെ പിടികൂടിയത്. പൂന്തുറയിലാണ് ഇയാളുടെ ചികിത്സാ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. അഖിൽ ഷാ അൻസാർ അല്പസമയത്തിനകം അതിൻ്റെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും എന്നാണ് മനസ്സിലാക്കുന്നത്. അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ, എന്താണ് വിവരങ്ങൾ? അഖിൽ ഷാ. റിജിത്ത്, ഈ കൊച്ചിയിൽ നിന്നാണ് ഈ അക്യൂപഞ്ചർ ചികിത്സ നൽകിയത്, അതായത് മരിച്ച യുവതിക്ക് അക്യൂപഞ്ചർ ചികിത്സ നൽകിയ ഷിഹാബുദ്ദീനെ നേമം പോലീസ് പിടികൂടിയത്. നേരത്തെ തന്നെ ഇയാളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളൊക്കെ പോലീസ് നടത്തുന്നുണ്ട്. അതായത് ഏറ്റവും പ്രധാനമായും ഈ മരിച്ച ഷമീറയ്ക്ക് അക്യൂപഞ്ചർ ചികിത്സ നൽകിയും അതുപോലെ തന്നെ ഈ പ്രസവം ഈ അക്യൂപഞ്ചർ ചികിത്സയുടെ തന്നെ മതി എന്നുള്ള കാര്യമൊക്കെ നിർദ്ദേശിച്ചത് ഈ ഷിഹാബുദ്ദീനാണ്. പോലീസ് ആദ്യഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ പൂന്തുറയിലുള്ള ഈ കേന്ദ്രത്തിലും, അതായത് ചികിത്സാ കേന്ദ്രത്തിൽ അന്വേഷണം നടത്തിയിരുന്നു, അവിടെ പരിശോധന നടത്തിയിരുന്നു. പിന്നാലെ വെഞ്ഞാറമൂടുള്ള ഇയാളുടെ വീട്ടിലും പരിശോധന നടത്തിയിരുന്നാൽ അപ്പോഴെങ്ങും ഇദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഒളിവിലേക്ക് പോവുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ചില നിർദ്ദേശങ്ങൾ കിട്ടിയതനുസരിച്ച് കൊച്ചിയിലേക്ക് നിയമം പോലീസ് എത്തുകയും അവിടെ നിന്ന് ഇയാളെ ഇന്ന് രാവിലെയോടുകൂടി പിടികൂടുകയും ചെയ്തത്. എന്തായാലും നിലവിൽ തിരുവനന്തപുരം നേമം പോലീസ് സ്റ്റേഷനിൽ ഷിഹാബുദ്ദീനെ എത്തിച്ചിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യൽ നടത്തും. ഒപ്പം നേരത്തെ അറസ്റ്റിലായ ഈ യുവതിയുടെ ഭർത്താവ് നയാസിനെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ഇവരെ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിനും സാധ്യതയുണ്ട്. അതിനുശേഷം ആകും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളും അതുപോലെ തന്നെ ഈ ഷിഹാബുദ്ദീൻ്റെ അറസ്റ്റിലേക്കും പോലീസ് കടക്കുക. അഖിൽ ഷാ, ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ചില വീഴ്ചകൾ ഉണ്ടായി എന്ന വിമർശനം ഒരു ഭാഗത്തുണ്ട്. അതുപോലെ ഇനിയിപ്പോൾ കൂടുതൽ പേർ പ്രതിപട്ടികയിലേക്ക് വരാനുള്ള ഒരു സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ എങ്ങനെയാണ് അഖിൽ ഷാ സാർ? റിജിത്ത്, ആദ്യഘട്ടത്തിൽ ഈ പോലീസിനെതിരെ വലിയ ആരോപണങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് പ്രത്യേകിച്ച് ഈ നാട്ടുകാർ അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് ഒക്കെ വലിയ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. നേരത്തെ തന്നെ ഈ അക്യൂപഞ്ചർ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള പരാതി പോലീസിന് നൽകിയിരുന്നു. എന്നാൽ പോലീസ് ഇക്കാര്യത്തിൽ കാര്യമായ ഇടപെടലുകളൊന്നും നടത്തിയില്ല എന്നുള്ളൊരു വലിയ ആരോപണം പോലീസിനെതിരെയും ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ മറ്റ് ചർച്ചകളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. ഒപ്പം ഈ കൂടുതൽ പേരെ പ്രതി ചേർക്കുന്ന കാര്യത്തിലും പോലീസ് നീങ്ങുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും പോലീസിൻ്റെ ആദ്യത്തെ ഒരു നോട്ടം ഈ ഷിഹാബുദ്ദീനെ തന്നെയായിരുന്നു. പ്രാഥമിക പരിഗണന അയാൾക്ക് കൊടുത്തിട്ട് അയാൾക്ക് നേരെയുള്ളൊരു അന്വേഷണമാണ് ഇത്രയും ദിവസം നടത്തിയത്. ഇനി ഈ പ്രസവിക്കുന്ന സമയത്ത്, യുവതി പ്രസവിക്കുന്ന സമയത്ത് ഒപ്പം ഉണ്ടായിരുന്ന ഈ നയാസിൻ്റെ, ഈ ഭർത്താവ് നയാസിൻ്റെ മുൻ ഭാര്യയും അതുപോലെ തന്നെ അക്യൂപഞ്ചർ വിദ്യാർത്ഥിയായ മകളെയും ഇവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. ഇവരെ കൂടി പ്രതി ചേർക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് പോലീസ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ മരിച്ച ഷമീറയുടെ ബന്ധുക്കൾ അതുപോലെ തന്നെ ഇവരുടെ വീടിനടുത്ത് താമസിച്ചിരുന്നവരുടെയൊക്കെ മൊഴി കൂടുതൽ വിശദമായി ശേഖരിക്കാനും പോലീസ് തയ്യാറെടുക്കുന്നുണ്ട്. ശരി, അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. നേമത്ത് വീട്ടിൽ പ്രസവിക്കുന്നതിനിടെ യുവതിയും നവജാത ശിശുവും മരിച്ച സംഭവത്തിൽ യുവതിക്ക് അക്യൂപഞ്ചർ ചികിത്സ നൽകിയ ഷിഹാബുദ്ദീൻ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്.